2-3 ദിവസമായിട്ടോ ഞാൻ ഈ അരി വെള്ളത്തിലിടുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളം ഊറ്റി കളഞ്ഞ് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇന്നെന്താണെങ്കിലും അരിയെടുത്ത് അരച്ചെടുക്കുവാണ്. വെള്ളമില്ലാതെ കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ കേട്ടോ അരച്ചെടുക്കുന്നത്. നമ്മുടെ മിക്സിയില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മിക്കല്ലിൽ ഇടിച്ച് അരച്ചെടുക്കുവാണ്. പിന്നെ അതേ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പേര് നിങ്ങൾ തന്നെ ഇടണേ. അപ്പോൾ അതേ ശർക്കര ഉരുക്കി കഴിഞ്ഞു, അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചോറ് വാർത്തിടുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് രസവും പിന്നെ കോവക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് രസക്കൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ 2 തക്കാളിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ നമ്മുടെ രസക്കൂട്ടും പൊട്ടിച്ചിട്ടിട്ട് പാകത്തിന് ഉപ്പും പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് സ്റ്റൗവിലേക്ക് കയറ്റി മൂടി വെച്ച് അത് അവിടെ നിന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കോവക്ക അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം കേട്ടോ. കുറച്ച് കടുകും 2 വറ്റൽമുളകും കൂടി താളിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കോവക്ക മെഴുക്ക് വെക്കാനുള്ള ചട്ടി വെച്ചിട്ട് കടുക് താളിച്ചു. അതിലേക്ക് നമ്മുടെ കോവക്കയും കൂടി ഇട്ട് കൊടുത്തു. അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കുവാണ്. ഇതിനു മുമ്പ് ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയില്ലേ, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് വെച്ച നല്ലൊരു അടിപൊളി അച്ചാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് തീരാറായിട്ടോ. പിന്നെ ഞാൻ അരച്ച് വെച്ച ആ മാവില്ലേ, കുറച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ കുറച്ച് മാവ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കോവക്ക മെഴുക്കുവരട്ടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസിലെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതവിടെ കിടന്ന് വേവട്ടെ. പിന്നെ അതേ ഒരു 3 ചെറുപഴം കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പഴവും ബോൾസൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഈ തേങ്ങാപ്പാലും മറ്റേ ബോൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്ന ഒരു സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പേരിട്ടുള്ളൂ കേട്ടോ. പിന്നെ ദേ രസവും കോവക്ക മെഴുക്കുവരട്ടിയും അച്ചാറും ഒക്കെ കൂടി ചോറുണ്ണാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മധുരവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് മോന് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബായ്.